നമസ്കാരം. 3 ദിവസത്തെ മഴ പെയ്തപ്പോൾ തമിഴ്നാടിന് കിട്ടി കോടികൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാടിന് കോടികൾ കൊടുക്കാൻ തയ്യാറായി നമ്മുടെ കേന്ദ്ര സർക്കാർ. ഇവിടെ കുറേ ദിവസം കിടന്ന് കഷ്ടപ്പെട്ട 400-ലധികം മനുഷ്യജീവനുകൾ കവർന്നെടുത്തുകൊണ്ടുപോയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് നമുക്ക് കിട്ടി കോലികൾ എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം. നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി നമ്മുടെ എംപിമാർ, നമ്മൾക്ക് ഇവിടുന്ന് 10-18 എംപിമാർ പോയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ വിടൂ. സുരേഷ് ഗോപിയെ കൊണ്ടൊരു കാര്യമില്ലാത്തൊരു എംപിയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ കാല് പിടിച്ച് നടന്നതൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ ഒറ്റക്കൊമ്പനായി താടിയൊക്കെ വളർത്തി തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി എന്തെങ്കിലും ഇവിടെ കേരളത്തിന് വേണ്ടി മല മറച്ചു തരും എന്നുള്ള ധാരണയൊന്നും വേണ്ട. ഒരു മലയും മറിയാൻ പോകുന്നില്ല, സുരേഷ് ഗോപിയായിട്ട് മറിക്കാനും പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു കുന്തവും കിട്ടിയില്ല എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം. എന്നാൽ UP സർക്കാരിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമുക്കറിയോ? അവിടെ കുംഭമേള നടക്കാൻ പോവുകയാണ്. ആ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് കോടികളാണ് മറിയുന്നത്. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുടക്കുന്ന കോടികൾ, അതായത് ഏകദേശം 2100 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ആന്ധ്രയ്ക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ആന്ധ്രയ്ക്ക് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആന്ധ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും. കാര്യം എന്താ? ഞങ്ങളെ താങ്ങി നിർത്തുന്ന 2 ശക്തികൾ അവിടെ നിന്നുള്ളവരാണ്. TDPയും RJDയും ഒക്കെ അവിടെ നിന്നൊക്കെ ഉള്ളവരാണ്. അവരെ താങ്ങി നിർത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാം, ബീഹാറിന് കൊടുക്കാം, കുഴപ്പമില്ല. കാര്യം എന്താ? അവരെ കൊണ്ട് പ്രയോജനമുണ്ട്, സർക്കാരിനെ താങ്ങി നിർത്തുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോടികൾ കൊടുക്കാം, പക്ഷേ കേരളത്തിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത, ഒരു സാധാരണക്കാരൻ ഈ വാർത്ത കാണുമ്പോൾ 2100 കോടി രൂപ നമ്മൾ അവിടെ നമ്മുടെ ഒരു നാട് പുനർനിർമ്മിക്കാൻ വേണ്ടി നമ്മൾ 2200 സംതിങ് രൂപയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, കോടി രൂപ. അതുപോലും തരാനില്ല. ഒരു രാജ്യത്തിൻ്റെ കുംഭമേള നടത്താൻ വേണ്ടിയിട്ട് ചിലവാക്കാൻ പോകുന്ന തുകയുടെ കണക്കാണ് 2100 കോടി രൂപ. ഇതിൽ 1050 കോടി രൂപ ഇതുവരെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തു ആ പണം. UP സർക്കാർ ഇതിനു വേണ്ടി എത്ര കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5435.68 കോടി രൂപ UP സർക്കാർ ഇപ്പോൾ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു. കുംഭമേള നടത്തുന്നതിൽ ഞങ്ങളെ ഇത്രത്തോളം അകമഴിഞ്ഞ് സഹായിച്ച പ്രധാനമന്ത്രിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് യോഗി ആദിത്യനാഥ് പറയുകയും ചെയ്തു. കിട്ടേണ്ടടുത്ത് കിട്ടും അല്ലേ? അതിന് എതിർത്ത ഒരു അല്ലെങ്കിൽ എതിർചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ, ഭരിക്കുന്ന ഇടമാണെങ്കിൽ തീർച്ചയായും കേരളത്തിനും കിട്ടിയേനെ ഈ പറയുന്ന കോടികളുടെ കണക്കുകൾ. നമുക്ക് കോടികൾ 2200 കോടിയോളം രൂപ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നമ്മളോട് എന്താണ് ചെയ്തത്? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കാൻ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തുടങ്ങി. ഇവിടെ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വയനാടിൻ്റെ MP നടക്കുന്നുണ്ട്. ഇതൊന്നും അവരുടെ കണ്ണിൽ പെടുന്നില്ല. അവിടെ സമ്പാലിലേക്ക് കയറരുത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരവ്. അതായത് പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ രാഹുൽ ഗാന്ധിയും ആ പ്രദേശത്തേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തി. അവിടെ വെച്ച് ഭരണഘടന പൊക്കി കാണിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല രാഹുൽ ഗാന്ധി. അങ്ങനെ അതും ചെയ്തു. ഇപ്പോൾ ഒടുവിൽ ഇത്രയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ ആയിട്ടും 3461.99 കോടി രൂപയ്ക്ക് വേണ്ട പ്രവർത്തന അനുമതിയും കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ പോരെ? ഒരു കുംഭമേളയ്ക്ക് ഇത്രയൊക്കെ പണം ചെലവഴിച്ചാൽ പോരെ അല്ലേ? ഇനിയിപ്പോൾ അറിയാം, കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് എത്രയോ ഇനി ഇതൊന്നും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. അങ്ങനെയും ചില വാർത്തകൾ നമ്മൾ നേരത്തെ ഇതിന് മുൻപും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല മാധ്യമങ്ങളിൽ ഇരുന്ന സമയത്തും അങ്ങനെയും ചില വാർത്തകൾ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, കോടികളാണ് മറിയുന്നത്. അപ്പോൾ പറയാണ്, ദൈവികവും മഹത്തരവുമായിരിക്കാൻ വേണ്ടി അതായത് ഈ കുംഭമേള എന്ന് പറയുന്നതിനെ ദൈവികവും മഹത്തരവുമാക്കി തീർക്കാൻ വേണ്ടി ഇരട്ട എഞ്ചിൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ആ ഇരട്ട എഞ്ചിൻ സർക്കാരിനാണ് നന്ദി പറയുന്നത്. അതായത് ദൈവിക ഡിജിറ്റൽ മഹാകുംഭമേള എന്ന ആശയത്തെ നമുക്ക് കേന്ദ്ര സർക്കാർ സാക്ഷാത്കരിച്ച് തന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മുടെ രാജ്യത്ത്. കുംഭമേളയ്ക്ക് വേണ്ടി കോടികൾ മുടക്കുമ്പോൾ ഇവിടെ ഒരു നാട്ടിൽ ഓണം പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടിയ ഒരു പറ്റം ആളുകളെ സഹായിക്കാൻ, അവർക്ക് ജീവിക്കാൻ, അവരുടെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിച്ച പണത്തിന് അവർ കള്ളം നിരത്തുകയാണ്. 3.5 മാസമായിട്ട് ഇതുവരെ നമ്മൾ റിപ്പോർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നു. ഈ കള്ളപ്രചരണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് അവരുടെ വക്താക്കളായി മാറാൻ ഈ നാട്ടിലെ വയനാട്ടിൽ നിന്നുള്ള MPയും കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകുന്നത്. കുംഭമേളയ്ക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു എന്നാലോചിച്ചു, ഏകദേശം 10,000 കോടിയോളം രൂപ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കിയാൽ 10,000 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി അവിടെ മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത്രയും തുക ഒരു സംസ്ഥാനത്തിൽ ഒരു ഉത്സവം നടത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.